അതൊക്കെ ആരാടാ? ബാങ്ക് സ്റ്റാഫ്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? എന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാ. വാട്ട്? ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരേക്കും ജോലിയിലേക്ക് തിരിച്ചേറാൻ പറ്റില്ല. നിന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ പുറത്തിറക്കും. അതെന്റെയും കൂടെ ആവശ്യമില്ലാതെ നീ എനിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടണ്ട. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇപ്പം എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തു. എന്താ അത്? നമുക്ക് നമുക്ക് തമ്മിൽ പിരിയാം. വാട്ട്? അല്ല, നീ ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ട് എന്നെ പറയുന്നതാണോ? ഇപ്പം ഞാനിരിക്കുന്ന അവസ്ഥയിൽ ഈ കേസിൽ ഞാൻ രക്ഷപ്പെടുമോ, ഇവിടെ നിന്ന് ഇനി പുറത്തിറങ്ങാൻ പറ്റുമോയെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. കേസിൽ തോറ്റു കഴിഞ്ഞാൽ എത്ര കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല. എൻ്റെ ഫ്യൂച്ചറൊക്കെ എൻ്റെ കൈവിട്ട് പോയില്ലേ. നിന്റെ ഫ്യൂച്ചറും കൂടി നശിച്ചു പോകുമെന്ന് നല്ല പേടിയുണ്ട്. സ്നേഹത്തിനും ഭാവിക്കും നടുവിൽ ഭയം വേണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാണോ നീ? സ്നേഹത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടണം. സ്നേഹിക്കുന്ന പെണ്ണിന്റെ കണ്ണി നോക്കി പ്രപ്പോസ് ചെയ്യാൻ കാണിക്കാത്ത ധൈര്യം ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം വരുന്നുണ്ടല്ലേ? നമ്മുടെ സ്നേഹം നിന്റെ സന്തോഷത്തിന് മാത്രം കാരണമായിരിക്കണം. പക്ഷെ അത് നിന്റെ കണ്ണീരിന് കാരണമായ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരഞ്ഞ തമ്മിൽ പിരിയാൻ വേണ്ടിയല്ല, ഒരുമിച്ച് ജീവിക്കാനാ. പ്രശ്നങ്ങൾ വരുമ്പോ നേരിടാ വേണ്ടേ, അല്ലാതെ ഇങ്ങനെ പേടിച്ചോടാൻ നിൽക്കരുത്. ഇത്രയും കാലം എവിടെയോ ആയിരുന്നു നമ്മൾ, ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്നില്ലേ? ഇനി എന്തിന്റെ പേരിലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല. I love you. I love you too. വിജയിച്ചു കാണിക്കാനും അത്ഭുതങ്ങൾ സംഭവിക്കാനും ഇതങ്ങനെ സിനിമയൊന്നും അല്ലല്ലോ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ജീവിതത്തിൽ നീ മാത്രം ഉണ്ടായിരിക്കും, അതിനൊരു മാറ്റമില്ല. സോറി അളിയ, ഇതൊക്കെ നടക്കാൻ കാരണം ഞാനല്ലേ. ഞാനാണെങ്കിൽ ഒരു അനാഥൻ. എൻ്റെ കാര്യം പറഞ്ഞ് വിഷമിക്കാൻ ആരുമില്ല. പക്ഷെ നിന്റെ കാര്യത്തിന് നിനക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. നീ എന്നോട് ക്ഷമിക്കളിയ. ഗുരുവിന്റെ സ്ഥാനം 3-ൽ. ഹലോ, അഡ്വക്കേറ്റ് മാർത്താണ്ഡൻ സ്പീക്കിംഗ്. ആഹാ, നിങ്ങളായിരുന്നോ? നിങ്ങളുടെ മോന്റെ ജാതകം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മോന്റെ കല്യാണത്തിന് നല്ലൊരു മുഹൂർത്തം ഞാൻ നോക്കി തന്നിരിക്കും. എന്നെ വിശ്വസിക്കേ. അപ്പൊ ശരി. ആരുടെ മുഹൂർത്തത്തിന്റെ കാര്യങ്ങളെ? അല്ല, ആരാ ഇപ്പൊ വിളിച്ചേ? മോളെ കീർത്തി, അതൊരു പുതിയ കേസ് വന്നതാ മോളെ. കേസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല മുഹൂർത്തം നോക്കാൻ വേണ്ടി. അല്ല, പുതിയ കേസ് ഇപ്പൊ ഏതാ? മോളെ നീ അങ്ങോട്ട് ഇരിക്കും മോളെ. വെയിൽ കൊണ്ടുവന്നതല്ലേ. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷം? ഇപ്പൊ ഈ പുതിയ കേസ് എടുക്കേണ്ട കാര്യം എന്താ? ഉള്ള കേസിൽ തന്നെ ബെയിലെടുക്കാൻ പറ്റുന്നില്ലല്ലോ. മോളെ കീർത്തി, എനിക്ക് ബെയിൽ എടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. എന്റെ ഫസ്റ്റ് കേസിൽ ഡയറക്റ്റ് ആയിട്ട് കേസ് ജയിച്ച് വെളിയിൽ വരണം. അതിന് പകരം ബെയിൽ എടുത്ത് വെളിയിൽ വന്നാ എനിക്ക് അതിന് നാണക്കേട്. എന്നെ ഞാൻ അവമാനിക്കുന്നതിന് തുല്യം അത്. ഇതെന്റെ ഒരു സെന്റിമെന്റ്സാ മോളെ. ഇതെന്റെ തീരുമാനമാണ്. നീ ആ തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെയാണോ? അത് തന്നെ. സാർ, സ്നാക്സ് ടൈം. ഇതിപ്പോ ഏതമ്പലത്തിലേടാ? ഇതമ്പലത്തിലല്ല, എന്റെ വീടിന്റെ പിന്നിൽ ഏതോ പൂജ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, പക്ഷെ വട എടുത്തോണ്ട് പോന്നു. പുറത്തിറങ്ങടാ. സാർ, നല്ല വടയാ സാറേ. ഇറങ്ങാൻ. എന്ത് ചെയ്യാനാ? എന്ത് കൊണ്ടുകൊടുത്താലും കഴിക്കില്ല. ഇത് നമുക്ക് തന്നെ. മോളെ, പ്രസാദം കഴിക്കുന്നോ? അല്ല മോളെ, നീ ഇപ്പൊ എന്തിനാ വന്നേ? അങ്കിൾ എനിക്ക് തന്ന എവിഡൻസ് ഫയൽസ് എല്ലാം ഞാൻ നന്നായി സ്റ്റഡി ചെയ്തു. മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ കേസിന് വേണ്ട നോട്ട്സ് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഒന്നീ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ കേസിനത് ഹെൽപ്പ് ആവുങ്ങളെ. നീ ഇതെവിടെ വെച്ചിട്ട് പോയിക്കോ മോളെ. ഞാനത് പിന്നെ നോക്കിക്കോളാം. പ്ലീസ് അങ്കിളെ ഒന്ന് നോക്ക്. മോളെ ഇതെവിടെ വെച്ചേക്ക്. നീ പോയിക്കോ. ഡാ, മോക്കൊരു ഓട്ടോ വിളിച്ചു കൊടുക്കേ. ആദ്യം ഈ ജാതകം ഒന്ന് കുറിക്കണം. യുവർ ഓണർ, ഈ കേസിന് ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ചുള്ള പേപ്പേഴ്സ്, ഫോട്ടോസ്, എവിഡൻസ് കോപ്പീസ് എല്ലാം കോർട്ട് മുമ്പാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യുവർ ഓണർ, ഈ നിൽക്കുന്ന 2 കുറ്റവാളികൾ കാട്രാ സിംഗിനെ കൊലപ്പെടുത്തി അവിടുന്ന് രക്ഷപ്പെടുമ്പോൾ 3 പേരത് കണ്ടിട്ടുണ്ട്. ആ 3 സാക്ഷികളെ കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. ഭദ്രം, ഭദ്രം, ഭദ്രം. തന്റെ പേര്? ഭദ്രം എന്നാ സാറേ.
തന്റെ ജോലി എന്താന്ന് പറ. ഞാൻ റെയിൽവേ ഗാർഡാ. അന്ന് എന്താ സംഭവിച്ചതെന്ന് കോടതി മുമ്പാകെ പറയൂ. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റായി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഭാര്യയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കറക്റ്റ് ആ സമയത്ത് തന്നെ ദാ ആ നിൽക്കുന്ന രണ്ടുപേരില്ലേ, അവര് ദാബക്കകത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ സാറേ. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് ആരോ തോക്കുകൊണ്ട് വെടിവെക്കുന്ന ഒച്ച കേട്ടു. ഞാനാകെ ടെൻഷനായി ബാൽക്കണിയിൽ ഒന്ന് പോയി നോക്കി. നോക്കുമ്പോ ഇവര് രണ്ടുപേരും ഓടി കാർ കയറി പോകുന്ന കണ്ടു. ആ കാർ ഇതാണോ നോക്ക്. അതിനിത് കാറൊന്നുമല്ലല്ലോ സാറേ. ഓ ഓ ആ ഈ കാർ തന്നെ സാറേ. അവര് ഓടിക്കേറിയത് ഇതേ കാർ തന്നെ. ഓക്കെ, യു ക്യാൻ ഗോ. രണ്ടാമത്തെ സാക്ഷിയെ വിസ്തരിക്കുന്നതിന് വേണ്ടി കോടതിയുടെ അനുവാദം ചോദിക്കുകയാണ്. സുമൻ. നമസ്കാരം സാർ. നമസ്കാരം. തന്റെ പേര്? സുമൻ. ദാബയിൽ കൊലപാതകം നടക്കുന്ന സമയത്ത് താൻ എവിടെയായിരുന്നു? ആ റോഡിന്റെ ഓപ്പോസിറ്റ് ജോലിയിലിടും സാറേ. പെട്ടെന്ന് ഠേന്ന് ആരോ ഇവിടെ വെടിവെക്കുന്ന ഒച്ച ഞാൻ കേട്ടു. ഞാൻ ആകെ പേടിച്ച് ആ ദാബയുടെ അടുത്ത് പോയി നോക്കുമ്പോ അവർ രണ്ടുപേരും ആ ദാബയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഒരു കാറിൽ കയറി പോകുന്ന കണ്ടു. നീ അവിടെ വെച്ച് ഈ കാറാണോ കണ്ടത്? ആ ഈ കാർ തന്നെയാ. സെയിം ഈ കാർ തന്നെയാ. ഓക്കെ, യു ക്യാൻ ഗോ. ആ മുത്തശ്ശി, അന്ന് ദാബയിൽ കൊല ചെയ്ത് രക്ഷപ്പെട്ട ആൾക്കാര് ഇപ്പൊ ഈ കോടതിയിലുണ്ടോ? ഉണ്ടല്ലോ. അതാരാണെന്ന് പറയാൻ കഴിയൂ? ദേ ആ നിൽക്കുന്നവരാ. യുവർ ഓണർ, ഈ 3 പേരുടെയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾ ഇവരാണെന്ന് വ്യക്തമാണ്. വളരെ ക്രൂരമായ രീതിയിൽ ഒരു കൊല നടത്തിയ ഈ കല്യാണിനും അവനെ സഹായിച്ച സുഹൃത്ത് റോക്കിക്കും അർഹമായ ശിക്ഷ നൽകി നീതി നടപ്പാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ്റ്റർ ഡിഫൻസ് ലോയർ, മിസ്റ്റർ മാർത്താണ്ഡം, കോടതിയിലിരുന്ന് ഉറങ്ങുന്നു. അയാളെന്ന് വിളിച്ച് എഴുന്നേപ്പിക്കടോ. മാർത്താണ്ഡം സാർ. മിസ്റ്റർ മാർത്താണ്ഡം. സാർ ഇങ്ങനെ കിടന്നുറങ്ങല്. ജഡ്ജി വിളിക്കുന്ന കേട്ടില്ലേ? സാറേ, ഈ ഏകാന്തം പറഞ്ഞൊക്കെ ഊളത്തരവാ സാറേ. അയാളെ വിശ്വസിക്കല്ലേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലാകുന്നില്ല യുവർ ഓണർ. വായിൽ വരുന്ന അൺപാർലമെന്ററി വാക്കുകളാണ് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്നത്. LKG പഠിച്ചൊരു കുട്ടിയുടെ വകതിരിവ് പോലുമില്ല. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ കയറി താനും കൂടെ കൊണോണെന്ന് പറയാൻ നിൽക്കണ്ട. അവിടെ ഞാൻ കുത്തിയിരിക്കേ. ഇതൊരു കോടതിയാണെന്നുള്ള വിചാരം പോലും ഒറ്റ ഒരുത്തിനും ഇല്ലാതായി പോയല്ലോ. മിസ്റ്റർ മാർത്താണ്ഡം. സർ, ഒന്ന് എഴുന്നേക്കടോ മരവേണ്ട. ഇനി ഒരു തവണ കൂടി അപമര്യാദയായി സംസാരിക്കോ പെരുമാറോ ചെയ്താ ഒരു നോൺ ബെയിലബിൾ വാറണ്ട് തന്നെ തലയിറങ്ങ് വെച്ചേരും ഞാൻ. സോറി സർ. സാക്ഷി വിസ്താരം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തൊന്ന് പറയേ. അയ്യോ, അവരുമായിട്ടൊന്നും എനിക്ക് വലിയ പരിചയമില്ല സാറേ. പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണോ അത്? ഇവര് ശരിക്കുള്ള സാക്ഷികളാണോ അതോ കള്ളസാക്ഷികളാണോ? കള്ളസാക്ഷികളാ? ആ. അല്ല, അങ്ങനെ ഒരു ഡൗട്ട് തോന്നാനുള്ള കാരണം എന്താ? അതെന്താന്ന് വെച്ചാലേ, ഈ ഏകാന്ത് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത പോലെ പറഞ്ഞത്. ഇയാൾ ഇതെന്തൊക്കെ വിളിച്ചു പറയുന്നത്? പറഞ്ഞു പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താ? കാരണം ഞാനും പഠിക്കുന്നത് തന്നെയാണല്ലോ പറയുന്നത്. അത് സത്യമാണ് സർ. ഇവനെ ഞാൻ ഇവിടെ ഇട്ട് കത്തിക്കും. കോടതിയിലിരുന്ന് ഉറങ്ങിയ കുറ്റത്തിന് ഡിഫൻസ് ലോയർ ബഹുമാനപ്പെട്ട മാർത്താണ്ഡന് 3000 രൂപ പിഴയും ഒപ്പം 18 മണിക്കൂർ സമയത്തെ ജയിൽ റിമാൻഡും വിധിക്കുന്നു. സന്തോഷം സാർ. ഇയാൾ ഇന്നും നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഈ കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഹായ്. മനസ്സിലായി. രാത്രി ജയിലിൽ വന്ന് നിങ്ങൾ രണ്ടുപേരെയും കാണാമെന്ന് വിചാരിച്ചതാ. കേസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരുന്നോണ്ട് ശരിക്കും ഉറക്കം വന്നു. അതുകൊണ്ടാ വരാഞ്ഞത്. അപ്പൊ കൈവെട്ടിയിരുന്നെങ്കിൽ ശരിച്ചു കൊന്നു കളഞ്ഞാണ് ഞാൻ. ഈ കേസിലെ സാക്ഷികൾ വളരെ സ്ട്രോങ് ആവനെ. ആ ഏകാന്ത് അവന്റെ കുരുട്ടുബുദ്ധി പ്രയോഗിച്ച് സാക്ഷികളെയൊക്കെ വിലക്കെടുത്തിരിക്കുക. അതുകൊണ്ടാ എല്ലാവരും ഒരേപോലെ മറുപടി പറയുന്നത്. ഞാനും ബുദ്ധിപരമായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്കും പുതിയ സാക്ഷികളെ ഇറക്കാം. ഇറക്കേണ്ടത് പുതിയ സാക്ഷികളല്ല, വക്കീലിനെയാ. വാട്ട് പപ്പീഷ് ആർ യു ടോക്കിംഗ്? സർ, ഞങ്ങൾ വക്കീലിനെ മാറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. റോക്കി, നീ ഒന്ന് പോയി. കള്ളനോട്ട് മാറ്റുന്ന പോലെ വക്കീലിനെ മാറ്റാൻ പറ്റുമോ? നോ. ഈ മിഷൻ ഇമ്പോസിബിളിന് ഞാൻ സമ്മതിക്കില്ല. സർ, ഈ ജനറേഷനിലെ വക്കീലന്മാരെ കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കും. ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിരിക്കില്ല. എടാ, നിങ്ങളുടെ ജനറേഷൻ രാമായണം കിഡ്നാപ്പ് കേസും മഹാഭാരതം പ്രോപ്പർട്ടി കേസുമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. എടാ, എന്ത് കാര്യത്തിനും കുറച്ച് ക്ഷമ വേണം. എടാ, ഞാൻ ഉണ്ടാക്കിയ വീടിനകത്ത് വേറൊരുത്തും കയറി പാല് കാച്ചാൻ ഞാൻ സമ്മതിക്കോ? ദിസ് ഈസ് ചീറ്റിംഗ്. നിങ്ങൾ ഈ കാണിച്ചു കൊടുക്കുന്നതിനൊക്കെ ചീറ്റ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യാനാ? എടാ, ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് കേക്ക്. ആ സാക്ഷികളെ ഞാനും ഒന്ന് വിസ്തരിക്കട്ടെ. എനിക്കൊരു അവസരം താ. നടക്കത്തില്ല. എടാ, ഇങ്ങനെ വാശി പിടിക്കാൻ ഇവിടെ നീ എന്താണ് തിന്നുന്നത്? എടാ, എനിക്കൊരു അവസരം കൂടി താ.
നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കാൻ ഡ്യൂട്ട് പോയാ മഹാന്റെ വായിന്ന് ഒരു വാക്കല്ലേ പോകൂ. തോന്നപ്പോഴൊരു മൊണ്ട. ദാ, ഈ കേസിൽ നിന്ന് നീ പുറത്തു വന്നാലും മറ്റൊരു ചീറ്റിംഗ് കേസിൽ നിന്നെ ഞാൻ അകത്താക്കും. എപ്പോഴാ പോകണ്ടെന്ന് പറ, നമുക്ക് ഒരുമിച്ച് പോവാം. അങ്കിളൊന്ന് നീ ചുമ്മായിരിക്കും മോളെ. അൺപ്രൊഫഷണൽ അക്യൂസ്ഡുകൾ. യുവമാരെ ഞാൻ വെറുതെ വിടില്ല. നീ വാ മോളെ. നമ്മുടെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ പുതിയ വക്കീലിനെ വിളിച്ചാൽ കേസ് ഒന്നിന്ന് തുടങ്ങേണ്ടി വരും. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇത്ര നാൾ കോടതി വെച്ച് നാണം കെട്ടതൊക്കെ മതി. നിന്റെ അങ്കിളിന്റെ കാര്യത്തിൽ ഇത്ര നാളത്തെ റിസ്ക് തന്നെ ധാരാളം. ഇനി വയ്യ. എടാ ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. അങ്കിളുടെ കാര്യങ്ങളൊക്കെ തൽക്കാലം നീ എനിക്ക് വേണ്ടി സഹിക്കണം. പ്ലീസ് ഡാ, പ്ലീസ്. ഈ ഒരു തവണ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതിന്റെ ഇഷ്ടം പോലെ ചെയ്.